നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്താണ് ഈ നടക്കുന്നത്? പോർച്ചുഗൽ മികച്ച ടീമും കൊണ്ടുവന്ന് അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത അനായാസം നേടുന്നു എന്നൊക്കെ കരുതിയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇതാ വേൾഡ് കപ്പ് യോഗ്യത തൊട്ടരികിൽ കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ അകന്നകന്ന് പോകുന്ന ഒരു കാഴ്ച. കപ്പിനും ചുണ്ടിനും ഇടയിൽ മിസ്സാവുക എന്ന് പറയാറില്ല, അങ്ങനെ മിസ്സാവാതിരിക്കട്ടെ. പക്ഷേ എന്താ ഈ സംഭവിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഹംഗറിയുമായിട്ടുള്ള കളിയിൽ പോർച്ചുഗൽ 2-1 മുന്നിലാണ് അവസാന നിമിഷം വരെ. യെസ്, പോർച്ചുഗൽ ഇതാ ലോകകപ്പ് യോഗ്യത നേടി എന്ന് കരുതിയ നിമിഷത്തിൽ ഇഞ്ചുറി ടൈമിൽ സെബോസ്ലൈ ഗോൾ അടിച്ചു, ഈക്വലൈസ് ചെയ്തു. പോർച്ചുഗലിൻ്റെ യോഗ്യത അവിടെ വീണ്ടും കാത്തിരിപ്പിലേക്ക് നെട്ടിവെച്ചു. അപ്പോൾ നമ്മളൊക്കെ കരുതിയത് അയർലൻഡിനെതിരെയുള്ള ഈ മത്സരം ഒരു സമനിലയെങ്കിലും പിടിച്ചാൽ ഇതാ പോർച്ചുഗൽ വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ പോകുന്നു. ക്രിസ്ത്യാനോ ഇന്നലെ ഉറപ്പിച്ചു പറയുകയും ചെയ്തു, ഞങ്ങൾ ജയിക്കും, വേൾഡ് കപ്പ് യോഗ്യത നേടുമെന്ന്. പക്ഷേ എന്തുണ്ടായത്? ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ്. ചരിത്രത്തിൽ ഇന്ന് വരെ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിട്ട് ഇങ്ങനെ ഒരു സീന് നമ്മൾ കണ്ടിട്ടില്ല ക്രിസ്ത്യാനോ കളിച്ചിട്ട്. കാരണം അദ്ദേഹത്തിന് 225 മത്സരങ്ങൾ കളിച്ചിട്ടും ഒറ്റ റെഡ് കാർഡ് പോലും കിട്ടിയിരുന്നില്ല. അത് ഇന്നലെ കിട്ടി. 226ാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ദേശീയ ടീമിന് വേണ്ടി ഇറങ്ങുമ്പോൾ റെഡ് കാർഡ് കിട്ടുന്നു 60ാമത്തെ മിനിറ്റിൽ. അതിനുശേഷം പോർച്ചുഗലിന് പിന്നീട് തിരിച്ചു വരാനും പറ്റില്ല. അതിനു മുമ്പ് തന്നെ 2 ഗോൾ അവർ അയർലൻഡുമായിട്ട് വഴങ്ങിയിരുന്നു. സോ തിരികെ വരാൻ പറ്റിയില്ല, പോർച്ചുഗൽ തോൽക്കുന്നു. വേൾഡ് കപ്പ് യോഗ്യത ഇതാ ത്രിശങ്കുവിലായിരിക്കുന്നു എന്നർത്ഥം. ഇനിയിപ്പോൾ അർമേനിയക്കെതിരെയുള്ള കളി അവിടെ തോൽക്കാതിരിക്കണമെങ്കിലും മാത്രമാണ് അവർക്ക് യോഗ്യത ഉറപ്പിക്കാൻ പറ്റൂ. അതല്ല, അർമേനിയ എങ്ങാനും പോർച്ചുഗലിനെ അട്ടിമറിക്കുകയും ഹംഗറി അവരുടെ മത്സരം വിജയിക്കുകയും ചെയ്താൽ പോർച്ചുഗലിന് പണി പാളും. കാരണം അർമേനിയ അട്ടിമറിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി അഥവാ അട്ടിമറിച്ച ഫുട്ബോളാണല്ലോ, എന്തും സംഭവിക്കും. ക്രിസ്ത്യാനോ ഇല്ല അടുത്ത കളിക്ക്, അദ്ദേഹത്തിന് റെഡ് കാർഡാണ്, സസ്പെൻഡഡ് ആണ്. സോ CR7 ഇല്ലാതെ ഇറങ്ങുന്ന പോർച്ചുഗലാണ്. സോ 5 കളിയിൽ നിന്ന് 10 പോയിന്റ്, അടുത്ത കളി തോറ്റെന്ന് വെക്കുക, അപ്പോൾ 6 കളി 10 പോയിന്റായി അവിടെ നിൽക്കും. ഹംഗറി അവരുടെ അടുത്ത കളി ജയിച്ചാൽ ഇപ്പോൾ അവർക്ക് 5 കളി 8 പോയിന്റ്, അത് ജയിച്ചാൽ അവർക്ക് 11 പോയിന്റ് ആകും. അപ്പോൾ അവരായിരിക്കും നേരിട്ട് യോഗ്യത നേടുക. പോർച്ചുഗലിന് പിന്നീട് ഒരു പക്ഷേ പ്ലേ ഓഫിലേക്ക് പോവേണ്ടി വരും. അതല്ല, അയർലൻഡ് അവരുടെ മത്സരം വിജയിച്ച അയർലൻഡിനും 10 പോയിന്റ് ആകും. സംഗതി ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. സോ ഒട്ടും എളുപ്പമല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അയർലൻഡിൻ്റെ ഹെഡ് ടു ഹെഡിൻ്റെ അഡ്വാൻറ്റേജും അവിടെയുണ്ട്. സോ അടുത്ത മത്സരം പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് പോർച്ചുഗലിന് മുന്നിലുള്ള ഇനിയുള്ള വഴി. അതായത് തോൽക്കാതിരിക്കുക, പോസിറ്റീവായിരിക്കണം റിസൾട്ട്, എന്നാൽ പോർച്ചുഗലിന് മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പോർച്ചുഗൽ യോഗ്യത നേടും എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.